ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു കുക്കൂസ് ടെസ്റ്റ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് അടിപൊളി ഒരു ഫാം ഹൗസ് ഒക്കെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ്. ബർക്കയിലാണ് ഈ ഒരു ഫാം ഹൗസ് ലൊക്കേറ്റ് ചെയ്യുന്നത്. നമുക്കിവിടെ നൈറ്റ് സ്റ്റേയും പാർട്ടി അങ്ങനത്തെ ഫങ്ഷൻസും ഒക്കെ നമുക്കിവിടെ സെറ്റ് ചെയ്യാനായിട്ട് അവർ അലോ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ പലരും ബർത്ത്ഡേ പാർട്ടി സെലിബ്രേഷൻ, ആനിവേഴ്സറി സെലിബ്രേഷൻ അങ്ങനെയൊക്കെ സെലിബ്രേറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ചൂസ് ചെയ്യാറുമുണ്ട് ഇങ്ങനെയുള്ള ഫാം ഹൗസുകളൊക്കെ. അപ്പോൾ നമുക്കിവിടെ നല്ല സൗകര്യങ്ങളും കിഡ്സിനൊക്കെ പ്ലേ ചെയ്യാനുള്ള ഏരിയയും സ്വിമ്മിംഗ് പൂളും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു ഫാം ഹൗസാണ്. നമുക്കിവിടെ സ്റ്റേക്ക് ആണെങ്കിൽ ഏകദേശം 2 ഫാമിലി അഡ്ജസ്റ്റ് ചെയ്ത് താമസിക്കാനൊക്കെ ആണെങ്കിൽ ഒരു 3 ഫാമിലിക്കൊക്കെ നന്നായിട്ട് താമസിക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു ഫാമിൻ്റെ ഉള്ളിൽ ഇൻസൈഡായിട്ട് തന്നെ ഒരു ബാത്ത് അറ്റാച്ച്ഡ് ബെഡ്റൂം ഉണ്ട്. അതുപോലെ ഒരു കോമൺ ബാത്റൂമും ഒരു കിച്ചണും ഔട്ട്സൈഡ് വേറെ ഒരു ബാത്റൂമും അങ്ങനെയുണ്ട്. അതുപോലെ തന്നെ അവർ ഇവിടെ മറ്റൊരു ഹോൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. അതായത് ഒരു മീറ്റിങ്സൊക്കെ അറേഞ്ച് ചെയ്യാനും അല്ലെങ്കിൽ ഗെയിംസൊക്കെ കളിക്കാനും അതുപോലെ ഫൺ ഏരിയയൊക്കെ ആയിട്ട് ഇപ്പം എൻ്റർടൈൻമെൻറ്റിനായിട്ട് അവർ പ്രത്യേകമായിട്ടൊരു ഹോൾ തന്നെ അവർ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെ ബില്ലിയാർഡ്സ് അതുപോലെ ഫുട്ബോൾ അങ്ങനെയുള്ള ക്യാരംസ് ഉള്ള ഗെയിംസുകളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്കതെല്ലാം പ്ലേ ചെയ്യാം, നല്ല ടൈം സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. എൻ്റർടൈൻമെൻറ്റിന് പറ്റിയിട്ടുള്ള എല്ലാ രീതിയിലും കിഡ്സിനായാലും അതുപോലെ വലിയ ആൾക്കാർക്കായാലും നല്ല രീതിയിൽ എൻ്റർടൈൻമെൻറ്റിന് ഒരു സ്പേസ് ഉണ്ട്. ഞങ്ങളിവിടേക്ക് എത്തുന്നതെന്ന് പറഞ്ഞാൽ നൈറ്റായിരുന്നു. ഒരു 9 o'clock ഒക്കെ ആയപ്പോഴത്തേക്കും ഞങ്ങളിവിടെ റീച്ചായി. അതുകൊണ്ട് തന്നെ നല്ലൊരു നൈറ്റ് വ്യൂ എല്ലാം നമുക്ക് എൻജോയ് ചെയ്യാൻ പറ്റി. നൈറ്റിൽ നമ്മുടെ ഒരു ഫാം ഹൗസ് വെളിയിൽ നിന്ന് നോക്കുമ്പോൾ ഈ ഒരു രീതിയിലാണ്. നമ്മൾ ഉള്ളിലേക്ക് വരുമ്പോഴായാലും ശരി, ഫാം ഹൗസ് എന്ന് പറയുമ്പോൾ നമ്മൾ വലിയൊരു ഫാമൊക്കെ ആയിരിക്കും പ്രതീക്ഷിക്കുന്നത്. ഇവിടെ വലിയൊരു ഫാമൊന്നുമല്ല. കുറച്ച് റാബിറ്റും ഹെന്നും അതുപോലെ തന്നെ കുറേയധികം ട്രീസ്, അതായത് നമ്മുടെ ഇന്ത്യയിൽ നമ്മൾ കേരളത്തിൽ ഏത് രീതിയിലാണ് നമ്മുടെ നാട്ടിൽ നമ്മുടെ പറമ്പ് അല്ലെങ്കിൽ നമ്മുടെ സ്ഥലങ്ങളൊക്കെ നമ്മൾ എല്ലാ ഫ്രൂട്ട്സിൻ്റെ ചെടികളും നമ്മൾ വെക്കാറില്ലേ, അതുപോലെ തെങ്ങ്, മാംഗോ ട്രീ, നീം, കറിവേപ്പില അങ്ങനെയുള്ള അത്യാവശ്യം നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്ന എല്ലാ രീതിയിലുള്ള ചെടികൾ നമ്മളിവിടെ കണ്ടു. നൈറ്റ് ആയതുകൊണ്ട് തന്നെ വീഡിയോയ്ക്ക് കുറച്ച് ക്ലാരിറ്റി കുറവുണ്ട്. ഇവിടെ അതുപോലെ ബാർബിക്യൂ ചെയ്യാനുള്ള ഏരിയയും മറ്റ് സെറ്റിങ്സൊക്കെ ചെയ്തിട്ടുണ്ട്. കുട്ടികളൊക്കെ ഒത്തിരി എക്സൈറ്റഡാണ്. ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫാം ഹൗസിലും പോകുന്നത്. കുട്ടികൾ ഈ റാബിറ്റിനെയൊക്കെ കണ്ടപ്പോൾ ഭയങ്കരമായിട്ട് എക്സൈറ്റഡായി. അവർ ലൈഫിൽ തന്നെ ആദ്യമായിട്ടാണ് ഇങ്ങനെ റാബിറ്റിനെയും അതിൻ്റെ കുഞ്ഞുങ്ങളെയും ഒക്കെ കാണുന്നത്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് നമുക്ക് അവരുടെ ഫേസിലും അവരുടെ എക്സ്പ്രഷനിലും അവരുടെ ആറ്റിറ്റ്യൂഡിലൊക്കെ കാണാൻ പറ്റുമായിരുന്നു. അതിനെ കണ്ടപ്പോൾ മുതൽ അവിടെ കിടക്കുന്ന ലീഫുകളെല്ലാം പറക്കി അതിന് ഫീഡ് ചെയ്യലായിരുന്നു കുട്ടികളുടെ പരിപാടി. ഇൻസൈഡ് പ്ലേയിങ് ഏരിയയിൽ ഒരു ടേബിൾ ഫുട്ബോൾ ഉണ്ടായിരുന്നു. അവർ ലൈഫിൽ തന്നെ ആദ്യമായിട്ട് ആ സാധനമൊക്കെ കാണുന്നത്. എങ്കിലും അവരെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അത് മുതലാക്കി. നൈറ്റ് ആയതുകൊണ്ട് തന്നെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങാനൊന്നും കുട്ടികളെ ഞങ്ങൾ അനുവദിച്ചില്ല. അതുകൊണ്ട് ആ സ്വിമ്മിംഗ് പൂളിൽ നിന്ന് വെളിയിലേക്ക് വരുന്ന വെള്ളത്തിൽ കയറിയിട്ട് ചവിട്ടി ചാടി കളിച്ചതിന് ശേഷം ഇത് മടി പദൽസാണ് പറഞ്ഞ് ഭയങ്കര കളിയായിരുന്നു കുട്ടികളെല്ലാം കൂടെ ചേർന്ന്. അതിലൊരു കുഞ്ഞു കുട്ടി ഉണ്ടായിരുന്നു. അവൾ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്. വീഡിയോ കുറച്ചധികം ലെങ്തിയാണ്. ആ ഒരു ഫാം ഹൗസിൽ പോയിട്ടുള്ള ഈച്ച് ആൻഡ് എവരി മൂമെൻറ്റ്സ് മെമ്മറബിളായിട്ട് ഞാൻ ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് നൈറ്റിൽ നമ്മളിവിടെ എത്തിയതിന് ശേഷം കുറച്ച് നേരം അവിടെയൊക്കെ ഒന്ന് വാച്ച് ചെയ്തെല്ലാം നോക്കിയതിന് ശേഷം എല്ലാവരും ഫുഡ് കഴിക്കാനായിട്ട് റെഡിയായി. നമ്മൾ ഫുഡ് എന്ന് പറയുന്നത് നൈറ്റിലത്തേക്ക് നമ്മൾ റൊട്ടി, കുബൂസ്, മമ്മൂസ്, അമ്മൂസ് അങ്ങനെയുള്ള ഐറ്റംസും ചപ്പാത്തികളൊക്കെ വാങ്ങിയിട്ട് കറി ഒരു മുംബൈ ഫാമിലി വീട്ടിൽ നിന്ന് തന്നെ വെച്ചിട്ട് കൊണ്ടുവരായിരുന്നു ചെയ്ത്. അടിപൊളി മട്ടൻ കറിയായിരുന്നു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ചിട്ട് എല്ലാവരും പോയി കിടന്നുറങ്ങി. അടുത്ത ദിവസം വീണ്ടും ചായയിൽ തുടങ്ങി. ഞാനാണ് ചായ ഇട്ടത്. പിന്നെ അന്നത്തെ ദിവസം ഞങ്ങളെല്ലാം അവിടെ തന്നെ കുക്ക് ചെയ്യുകയാണ്. പിന്നെ ഇവിടെ സ്റ്റേ ചെയ്ത് കുക്ക് ചെയ്യാനൊക്കെ ആഗ്രഹമുള്ളവർക്ക് ഇവിടെ അവർ ഗ്യാസ്, വാട്ടർ, അതുപോലെ കുക്കിംഗ് സ്റ്റൗവ് എല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ പാത്രങ്ങളൊക്കെ നമ്മൾ ആവശ്യമുള്ളതൊക്കെ ഐറ്റംസും കൊണ്ടുവരേണ്ടതായിട്ടുണ്ട്. ബാക്കി എല്ലാ ഫെസിലിറ്റീസും നമുക്കിവിടെ ഉണ്ട്. കുക്ക് ചെയ്ത് ഫുഡ് കഴിക്കാനും
വെളിയിലായാലും ശരി നമുക്ക് കുക്ക് ചെയ്യാനും വലിയ ചെമ്പൊക്കെ വെച്ച് ബിരിയാണി ഉണ്ടാക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഇവിടെ ഉണ്ട്. രാവിലെ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ ഉണരുമ്പോൾ നമുക്ക് കോഴി കൂവുന്നൊക്കെ കേൾക്കാൻ പറ്റുമല്ലോ. ആ ഒരു കോഴിയുടെ സൗണ്ടും ഇളം വെയിലും നമ്മുടെ നാട്ടിലെ ചെടികളും ഒക്കെ നമുക്ക് ഒത്തിരി ഉന്മേഷം നൽകുന്ന ഒരു ഒന്നാണ്. കുഞ്ഞാണെങ്കിൽ നല്ല രീതിയിൽ ആസ്വദിച്ച് അവൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇളം വെയിലും കൊണ്ടിങ്ങനെ നടപ്പാണ്. അപ്പോൾ നമ്മുടെ ഈ ചാനൽ ആരെങ്കിലും ആദ്യമായിട്ടാണ് കാണുന്നതെന്നുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. കളിക്കാൻ അറിയത്തില്ലെങ്കിലും ലൈഫിൽ ഒത്തിരി ആഗ്രഹിച്ചിരുന്നായിരുന്നു ഈ ബില്ലിയാർഡ്സൊക്കെ ഒന്ന് കളിക്കണം, അതൊക്കെ ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണം എന്നൊക്കെയുള്ള. ഈ ഒരു ഫാം ഹൗസിൽ വന്നതോടുകൂടി നമുക്ക് കുറേയധികം അങ്ങനെ ആഗ്രഹങ്ങളൊക്കെ എക്സ്പീരിയൻസ് ചെയ്യാനും അതൊക്കെ സഫലീകരിക്കാനും ഒക്കെ സാധിച്ചു. മോൾക്ക് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഹോസ്പിറ്റലിലൊക്കെ പോയിട്ട് തിരിച്ചു വരുന്ന വഴിക്ക് ഇങ്ങനെ ക്യാമലിനെയൊക്കെ നമുക്ക് അവിടെ അടുത്തുള്ളൊരു ഫാമിലിയാണെന്ന് തോന്നുന്നു, ക്യാമലിനെയൊക്കെ കാണാൻ അതിൻ്റെ അടുത്ത് നിന്നൊരു ഫോട്ടോ ഒക്കെ എടുത്തതിന് ശേഷം തിരിച്ചു വരുമ്പോൾ നമ്മുടെ ഫ്രണ്ട് വ്യൂവും കാര്യങ്ങളൊക്കെയാണ്. ഈ ഒരു ഫാമിൻ്റെ ഉള്ളിൽ നമ്മൾ ആദ്യം കയറുമ്പം നമ്മുടെ ഹെന്നിൻ്റെയും റാബിറ്റിൻ്റെയൊക്കെ ഫാം, ചെറിയൊരു ഫാമാണ്, വലുതായിട്ടൊന്നുമില്ല, എങ്കിലും അത്യാവശ്യം കോഴികളായാലും അതിൻ്റെ കുഞ്ഞുങ്ങളായാലും അതുപോലെ റാബിറ്റായാലും മുയൽ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ട്. ഈ മുയലുകൾ രാത്രിയിൽ മാത്രമാണ് കൂടുതലും വെളിയിലേക്ക് ഇറങ്ങി ഇങ്ങനെ കളിക്കുന്നത്. പകൽ സമയങ്ങളിൽ കൂടുതലും അതിൻ്റെ ആർട്ടിഫിഷ്യലായിട്ട് ഉണ്ടാക്കിയിട്ടുള്ള മാളങ്ങളിൽ തന്നെയാണ് കൂടുതലും അത് ഇരിക്കാറ്. പിന്നെ അതിന് ഫുഡ് കൊടുക്കുന്ന ആൾ വരുമ്പം അതിങ്ങനെ വെളിയിലേക്ക് വരും. അതിനടുത്ത് തന്നെയാണ് കുട്ടികൾക്ക് കളിക്കാനുള്ള സ്ഥലവും. പിന്നെ ഓവറോൾ ഈ ഒരു ഫാമിൻ്റെ ഔട്ട്ലുക്ക് എന്ന് പറയുന്നത് ഇതാണ്. ഉച്ചക്കത്തേക്കുള്ള ലഞ്ചിനായിട്ട് നമ്മൾ ബിരിയാണിയാണ് പ്രിപ്പയർ ചെയ്യുന്നത്. ബോംബെ സ്പെഷ്യൽ ബിരിയാണിയാണ്. വലിയൊരു ചെമ്പൊക്കെ മേടിച്ചിട്ടാണ് നമ്മൾ ബിരിയാണി ഇവിടെ വെളിയിൽ തന്നെയാണ് കുക്ക് ചെയ്യുന്നത്. അതിൻ്റെ അടുത്തിരുന്ന് എല്ലാവരും കാര്യം പറയുന്നുണ്ട്, അതിൻ്റെ കൂടെ കട്ടിങ്ങൊക്കെ നടക്കുന്നുണ്ട്. സാറാണെങ്കിൽ മോരുവെള്ളമായിട്ട് ഇങ്ങനെ വന്നു. നമ്മൾ വെയിലത്തൊക്കെ പോയി ഹോസ്പിറ്റലിലൊക്കെ പോയി ക്ഷീണിച്ച് വന്നതല്ലേ, അപ്പം അടിപൊളി ഒരു മോരുവെള്ളമൊക്കെ ഞങ്ങൾക്കായിട്ട് റെഡിയാക്കി തന്നു. അങ്ങനെ അതൊക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ട് ഇങ്ങനെ ഇരുന്ന് സ്വിമ്മിംഗ് പൂളിലോട്ട് ഇറങ്ങിയാലോ എന്ന് എല്ലാവരും ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. സ്വിമ്മിംഗ് പൂളിലൊക്കെ കളിച്ചതിന് ശേഷം ഫുഡ് കഴിക്കുകയാണെങ്കിൽ നല്ല വിശപ്പൊക്കെ ഉണ്ടായിരിക്കും, നല്ലപോലെ ഫുഡൊക്കെ കഴിക്കാൻ പറ്റും എന്നുള്ള സജഷനൊക്കെ ഉണ്ടായി. ഇവിടുത്തെ ഈ ഒരു സ്വിമ്മിംഗ് പൂളിൽ കുട്ടികൾക്കായിട്ട് 2 സെക്ഷനും ഹൈറ്റ് കുറച്ചിട്ടും പിന്നെ വലിയവർക്ക് വേണ്ടിയിട്ട് വലിയ ഹൈറ്റുള്ള രീതിയിൽ അങ്ങനെ ഒരു സെക്ഷനൊക്കെ ഉണ്ട്. നല്ലൊരു സ്വിമ്മിംഗ് പൂളായിരുന്നു ഇത്. കൊച്ചിത് ഭയങ്കര ത്രില്ലിങ്ങിലായിരുന്നു. കാരണം അത് സ്വിമ്മിംഗ് പൂളിൽ ആദ്യമായിട്ട് ബീച്ചിലൊക്കെ ഒത്തിരി പ്രാവശ്യം പോയി കളിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ സേഫ് ആൻഡ് സെക്യൂറായിട്ടൊക്കെ സാഹചര്യത്തോടു കൂടി ഇറക്കിയിരിക്കുന്നത് ആദ്യമായിട്ടായിരുന്നു. അപ്പം ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയിരുന്നു, ഭയങ്കരമായിട്ട് തകർക്കുമായിരുന്നു. നീന്തലൊന്നും അറിയത്തില്ലെങ്കിലും സ്വിമ്മിംഗ് പൂളിൽ കുറേ നേരം അടിച്ചു വിളിച്ചു. അതിൻ്റെ കുറേ കാഴ്ചകളൊക്കെ നമുക്കിനി കാണാം. ഓ കീഴ്ത്തൂടങ്ങ് പോവും. സി ലൈക്ക് ദാറ്റ്. ക്യാപ്റ്റൻ്റെ ഏരിയ.
ചെറിയ ചുമയൊക്കെ ഉണ്ടായതുകൊണ്ട് അധികം അങ്ങോട്ട് കൊച്ചിനെ വെള്ളത്തിൽ കളിക്കാനും സ്വിമ്മിംഗ് പൂളിൽ കളിക്കാനൊന്നും വിട്ടില്ല. അതിൻ്റെ ഒരു വലിയൊരു വിഷമം കുഞ്ഞിനുണ്ടായിരുന്നു. നോ നോ നോ. വേണ്ട വേണ്ട, വെള്ളത്തിൽ തുടങ്ങ്. ബാ ബാ ബാ. നല്ലൊരു റിലാക്സേഷനാണ് ഇങ്ങനെ സ്വിമ്മിംഗ് പൂളിൽ ഇങ്ങനെ ടൈം സ്പെൻഡ് ചെയ്യുന്നതും ഇങ്ങനെ കളിക്കുന്നതും ഇങ്ങനെ കുറച്ച് നേരം ഇങ്ങനെ കിടക്കുന്നതൊക്കെ നല്ലൊരു റിലാക്സേഷനാണ്. അങ്ങനെ സ്വിമ്മിംഗ് പൂളിലെ കളിയൊക്കെ കഴിഞ്ഞ് എല്ലാവരും ലഞ്ചൊക്കെ കഴിച്ചു, ബിരിയാണിയൊക്കെ കഴിച്ചു. അതിനുശേഷം ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യുന്നതിന് ശേഷം നൈറ്റത്തേക്കുള്ള ബാർബിക്യൂവിൻ്റെ പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങി. പിള്ളേരൊക്കെ അവരുടേതായ രീതിയിൽ കളിക്കാനും ഓടാനും ചാടാനും ഒക്കെ അവരുടെ വഴിക്ക് പോയി. കുറച്ച് നേരമായിട്ട് ഒരാളെ ഇങ്ങനെ കാണാനില്ല. ഞാനിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോഴാണ് ഒരാൾ തന്നെ വന്ന് നിന്ന് ഫുട്ബോൾ കളിക്കുന്ന കണ്ടത്. അപ്പം ഞാനൊരു കമ്പനിയൊക്കെ കൊണ്ട് ഇങ്ങനെ അതൊക്കെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു 6:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ഇതിനൊക്കെ ഫുഡ് കൊടുക്കുന്ന ആളിങ്ങനെ വന്ന് ഫീഡ് ചെയ്യാനായിട്ട് ഫുഡും വെള്ളമൊക്കെ ഇങ്ങനെ കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ മീനുകളും കോഴികളും എല്ലാവരും വലിയ സന്തോഷത്തോടു കൂടി വന്ന് അതൊക്കെ എടുത്ത് കഴിക്കുകയൊക്കെ ചെയ്ത് കാണാൻ സാധിക്കുമായിരുന്നു. കൂടുതലും ഇവിടെ പല നിറത്തിലും വർണ്ണത്തിലുമായിട്ടുള്ള നാടൻ കോഴികൾ തന്നെയായിരുന്നു ഉള്ളത്.
എന്താ കൊടുക്കുന്നേ? കമ്മി. കുട്ടികളുടെ കളിയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് അവർ ഫ്രണ്ട്സ് എല്ലാവരും കൂടെ വന്ന് ടീമായിട്ടൊക്കെ ടേബിൾ ഫുട്ബോൾ കളിക്കാനായിട്ട് അവർ സ്റ്റാർട്ട് ചെയ്തു. നല്ലൊരു ഹാപ്പിനെസ് ആയിരുന്നു അത് കാണുമ്പോഴൊക്കെ. എല്ലാവരും കൂടെ നല്ല ഉഷാറായിട്ട് അതെല്ലാം കളിച്ചു. വേറെ ഒത്തിരി ഗെയിമുകളൊക്കെ പ്ലാൻ ചെയ്തിട്ടായിരുന്നു നമ്മൾ പോയത്. പക്ഷേ അവിടെ ചെന്നപ്പോൾ ഇതൊന്നും നടന്നില്ല. എല്ലാവരും പല പല കളിയിലായിപ്പോയി. നല്ലൊരു രസമാണ് ഇവരുടെ ഈ ടേബിൾ ഫുട്ബോൾ കളിക്കുന്നത് കാണാനായിട്ട്. നല്ല രീതിയിൽ എൻജോയ് ചെയ്താണ് അവരെല്ലാവരും കളിക്കുകയും ചെയ്യുന്നത്. നമുക്ക് കണ്ടുകൊണ്ട് നിൽക്കുമ്പോൾ തന്നെ നല്ലൊരു എൻജോയ്മെൻ്റ് ആണ്. ഇങ്ങനെയുള്ള ഗെയിമുകളൊക്കെ കളിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ സമയം പോകുന്നത് അറിയാനേ പറ്റത്തില്ല. വാച്ചിൽ നോക്കിയാൽ മാത്രമായിരിക്കും നമുക്ക് ഇത്രയും ടൈമായോ എന്നൊക്കെ അറിയാൻ പറ്റുക. അല്ലെങ്കിൽ നമ്മളിങ്ങനെ അതിൻ്റെ ഒരു ത്രില്ലിൽ ഇങ്ങനെ കളിച്ച് നമ്മളങ്ങനെ പോയിന്റുകളും ഒക്കെ വാരി കൂട്ടിക്കൊണ്ടിരിക്കും. പിന്നെ എൻ്റെ ഒരു വലിയൊരു ആഗ്രഹമായിരുന്നു ഈ കപ്പിളായിട്ട് ബില്ലിയേഴ്സൊക്കെ ഒന്ന് കളിക്കണമെന്ന്. അതെന്തായാലും പോകുന്നതിന് മുന്നേ ഒരു വട്ടം കൂടെ കളിക്കാൻ പറ്റി. ഈവനിങ് ഒരു 7:30 ഒക്കെ ആയപ്പോഴത്തേക്ക് ബാർബിക്യൂവിൻ്റെ ഉള്ള പരിപാടിയൊക്കെ അവർ സ്റ്റാർട്ട് ചെയ്തു. എല്ലാവരും കൂടെ കൂടി ബാർബിക്യൂ ഒക്കെ സെറ്റാക്കി. ചിക്കൻ ബാർബിക്യൂൻ്റെയൊക്കെ സ്മെല്ലടിച്ചിട്ട് പൂച്ചകൾക്ക് ആ ഏലത്തുള്ള എല്ലാ പൂച്ചകളൊക്കെ വട്ടം കൂടിയിട്ടുണ്ട്. അപ്പോൾ അതിലൊരു പൂച്ച ഭയങ്കര ഫണ്ണി ആയിട്ട് ഇവിടെയൊക്കെ വന്നിരിക്കുന്നതായിട്ട് കണ്ടു. അങ്ങനെ ഞാനൊരു വീഡിയോ എടുത്തു. നൈറ്റ് ഏകദേശം ഇപ്പോൾ 8 മണിയൊക്കെ കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ എല്ലാവരും അവരവരുടേതായ സാധനങ്ങളെല്ലാം പാക്ക് ചെയ്യാനായിട്ട് പറഞ്ഞേക്കുവാണ്. അപ്പോൾ എല്ലാവരും പാക്കിങ്ങിൻ്റെയും പിന്നെ കഴിക്കുന്നതിൻ്റെയൊക്കെ തിരക്കിലാണ്. പണ്ട് കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്ന ഒത്തിരി ചെടികളൊക്കെ ഇവിടെ എനിക്ക് കാണാൻ സാധിച്ചു. ഇപ്പോൾ അതൊന്നും നമ്മുടെ നാട്ടിലങ്ങനെ കാണാറൊന്നുമില്ല. ചെറിയ വെള്ള അരിമണി തെറ്റിയൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഒത്തിരി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ കാണാത്ത കുറേയധികം ചെടികളൊക്കെ, പലതരം റോസുകളൊക്കെ. റോസിൻ്റെ പൂവൊന്നുമില്ല, ഇപ്പം അതിൻ്റെ കാലമൊക്കെ കഴിഞ്ഞെന്ന് തോന്നുന്നു. ഇപ്പം ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നില്ലേ, അതുകൊണ്ട് പൂവൊന്നുമില്ല. എങ്കിലും പല കളറിലെ റോസുകൾ, പിന്നെ തെറ്റികൾ, അങ്ങനെ പല നാട്ടിലുള്ള പല ചെടികൾ എനിക്കിവിടെ കാണാൻ സാധിച്ചു. അങ്ങനെ ഞങ്ങളെല്ലാവരും നൈറ്റിലെ ബാർബിക്യൂ പാർട്ടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം പാക്ക് ചെയ്ത് വണ്ടിയിലേക്ക് കയറാൻ തീരുമാനിച്ചു. അതിന് മുന്നേ കുറച്ച് മെമ്മറബിളായിട്ടുള്ള ഫോട്ടോസൊക്കെ എടുത്തു എല്ലാവരും കൂടെ ചേർന്ന്. പിന്നെ ഏകദേശം 9:30-10 മണിയൊക്കെ ആയി ഞങ്ങൾ ഇവിടെ നിന്ന് ഇറങ്ങാനായിട്ട് പോകുമ്പോഴത്തേക്ക്. കുട്ടികളൊക്കെ ഈ ഒരു ഫാം ഹൗസ് നല്ല രീതിയിൽ എൻജോയ് ചെയ്ത് അവർക്കൊന്നും അവിടെ നിന്ന് ഇങ്ങോട്ട് വരണമെന്നേ ഇല്ലായിരുന്നു. ലാസ്റ്റ് മൊമെൻറ്റ് വരെ അവർ അവിടെ നല്ല രീതിയിൽ എൻജോയ് ചെയ്ത്.
കുട്ടികൾക്കൊക്കെ ഇവിടം വിട്ട് വരണമെന്നേ ഇല്ലായിരുന്നു. അവർക്ക് കളിക്കണം, ഓടണം, ചാടണം, അവിടെ നോക്കണം, ഇവിടെ നോക്കണം, മുയലിന് തീറ്റി കൊടുക്കണം എന്നൊക്കെയായിരുന്നു അവരുടെ ആഗ്രഹങ്ങൾ. അവർ മാക്സിമം അവർ എൻജോയ് ചെയ്ത് ഒരു സമയം പോലും അവർ വെറുതെ വേസ്റ്റ് ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇറങ്ങുന്നത് വരെ അവർ നല്ല രീതിയിൽ കളിച്ച് അവരുടേതായ രീതിയിൽ ഫ്രണ്ട്സ് എല്ലാം കൂടെ കൂടി. അപ്പോൾ നമ്മുടെ ഈ ഫാം ഹൗസിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മസ്കറ്റിലുള്ള ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, ഫാം ഹൗസിലൊക്കെ പോകാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായും ഈ ഒരു ബർക്ക ഫാം ഹൗസ് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ്. 2 BHK ആണ്. 2 ഹോളും 3 ബാത്റൂമും ഒക്കെ ഇൻക്ലൂഡഡ് ആയിട്ടുള്ള നല്ലൊരു അത്യാവശ്യം നമുക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു ഫാം ഹൗസാണ്. ബർക്കയിലാണ്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ ഒന്നുമല്ല, നമ്മുടെ എക്സ്പീരിയൻസ് നമ്മൾ ഷെയർ ചെയ്തു എന്നേ ഉള്ളൂ. മറ്റുള്ളവർക്ക് യൂസ്ഫുൾ ആവുമെങ്കിൽ അത് ആയിക്കോട്ടെ.